ഡൽഹി ബി ജെ പിയുടെ കൈക്കുമ്പിളിൽ വെച്ചു കൊടുത്തതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണ് എന്ന് കെ ടി ജലീൽ MLA. ഒരു പതിറ്റാണ്ടിലധികം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയത് കേവലം ഒരു സീറ്റിൽ മാത്രം. ഡൽഹി ബി ജെ പിയുടെ കൈക്കുമ്പിളിൽ വെച്ചു കൊടുത്തതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണ് എന്ന് കെ ടി ജലീൽ MLA ഫേസ്ബുക്കിലൂടെ പറയുകയാണ്. പോൾ ചെയ്ത വോട്ടിൽ പകുതി വോട്ട് ബി ജെ പി ഭരിക്കുന്ന ഒരിടത്തും അവർക്ക് കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ നിരയിലെ അനൈക്യം കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ല. സ്വന്തം ശക്തിയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന ഊറ്റം കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു കാലത്ത് ആനയായിരുന്നു കോൺഗ്രസ്, ഇന്ന് കേവലം ഒരു ചാവാലി പോത്ത് മാത്രമാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. CPM-ഉം CPI-യും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. CPM 2 സീറ്റിലും CPI 5 സീറ്റിലുമാണ് മത്സരിച്ചതെങ്കിൽ പോലും സ്വന്തം ദൗർബല്യം ആലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നതല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചില്ല. ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായി പോയി ഇരു പാർട്ടികളുടേതുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാട്ടാമെങ്കിലും ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം അതാണ് തെളിയിക്കുന്നത്. 1977-ൽ തോറ്റ ഇന്ദിരാഗാന്ധി പൂർവോപരി ശക്തിയോടെ തിരിച്ചു വന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും തിരിച്ചു വരും. കുറഞ്ഞ ചെലവിൽ ഡൽഹി ഭരിച്ച മനുഷ്യനെയാണ് അവർ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും സൗജന്യമായി ഉറപ്പുവരുത്തിയ സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരണം വലിച്ചെറിഞ്ഞത്. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരുപോലെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കോൺഗ്രസ് പ്രചരണ റാലികളിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിന് കെജ്രിവാളിനെയും സിസോദിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വഴി നൽകിയതും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ പരാതിയുടെ മേലായിരുന്നു EDയുടെ അന്വേഷണവും അറസ്റ്റും. ഗ്രഹനാഥൻ തന്നെ കുടുംബാംഗങ്ങളെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിരുന്ന് കോൺഗ്രസ് ചെയ്തത്. അതിനെ കൊടും ചതി എന്നതല്ലാതെ മറ്റെന്താണ് പറയുക? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് എന്ന് തോന്നുക സ്വാഭാവികമാണ്. ആ തോന്നലാണ് പലപ്പോഴും ജനങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക. ഡൽഹി ജനത അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് കാണിച്ച നന്ദികേടിന് തീർച്ചയായും മനമുരുകി പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് കെ ടി ജലീൽ പറയുന്നുണ്ട്.